മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്തിട്ട് അവസാനം തെറ്റിദ്ധരിക്കപ്പെടുമ്പോഴും പഴി കേട്ടും മനസ്സ് വേദനിച്ചവരാണോ നിങ്ങൾ? എന്നാൽ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയുള്ളതാണ് ഈ വീഡിയോ. ഞാൻ നിങ്ങളുടെ സ്വന്തം ജിജി. നമ്മൾ പലപ്പോഴും മറ്റുള്ളവരെ നമ്മളിലും കൂടുതൽ നമ്മൾ സഹായിച്ചിട്ട് അവസാനം അവർ നമ്മളെ കുറ്റം പറയുമ്പോൾ നമുക്ക് പലപ്പോഴും വേദന ഉണ്ടാകാറുണ്ടല്ലേ? അതെന്തുകൊണ്ടായിരിക്കാം? നമ്മൾ അവരെ സഹായിച്ചത് അവരുടെ നന്മയ്ക്ക് വേണ്ടി, അല്ലെങ്കിൽ അവരുടെ നിസ്സഹായ അവസ്ഥയിലായിരിക്കും. എന്നാൽ പലപ്പോഴും അവർ അത് മനസ്സിലാക്കുകയില്ല. ഒരുപക്ഷെ അവർ നമ്മളോട് സഹായം ചോദിക്കുന്നത് അവരുടെ ആവശ്യങ്ങൾ കാണുന്നതിന് വേണ്ടി മാത്രമായിരിക്കും. എന്നാൽ അവർക്കൊരിക്കലും നന്ദിയോ അല്ലെങ്കിൽ നമ്മളോടൊരു കടപ്പാടോ ഉണ്ടായിരിക്കുകയില്ല. അവർ ആവശ്യങ്ങൾ നടക്കണം, അതിനുവേണ്ടി അവർ നമ്മളോട് ഏത് കാര്യം ചോദിക്കാൻ അവർക്ക് ഒരു മടിയും കാണുകയില്ല. ഏതെങ്കിലും ഒരു അവസ്ഥയിൽ നമ്മൾക്ക് അവരെ സഹായിക്കാൻ കഴിയാതെ പോയാൽ പിന്നീട് തീർന്നു. നമ്മൾ അതുവരെ ചെയ്തതൊന്നും അവർ ഓർക്കുകയില്ല. ശരിയല്ലേ ഞാൻ പറഞ്ഞത്? നിങ്ങളൊക്കെ ഈ അവസ്ഥയിൽ കൂടെ കടന്നു പോയിട്ടില്ലേ? പലപ്പോഴും നമ്മുടെ കയ്യിൽ ഇല്ലെങ്കിൽ തന്നെ നമ്മൾ പലരോടും കടം വാങ്ങിച്ചും നമ്മൾ അവരെ സഹായിക്കാം. അത് നമ്മുടെ മാതാപിതാക്കളാകാം, നമ്മുടെ സഹോദരങ്ങളാകാം, നമ്മുടെ ബന്ധുമിത്രാദികളാകാം, നമ്മുടെ ഫ്രണ്ട്സ് ആകാം, ആരുമാകാം. എന്നാൽ ഇവരൊന്നും മനസ്സിലാക്കാത്ത ഒരു സത്യമുണ്ട്. നമ്മൾ ഏതവസ്ഥയിലാണ്, അല്ലെങ്കിൽ നമ്മുടെ സാഹചര്യം എന്താണ് എന്ന് പോലും അവർ പലപ്പോഴും തിരിച്ചറിയുകയില്ല. അവർ ആവശ്യങ്ങൾ നടക്കണം. അതിനുവേണ്ടി നമ്മുടെ നാട്ടിൽ പഴഞ്ചൊല്ലില്ലേ, കാര്യം കാണാൻ കഴുതക്കാലും പിടിക്കുമെന്ന്. ആ ഒരു അവസ്ഥയാണ് പലപ്പോഴും നമ്മൾ ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുള്ളത്. കാരണം നമ്മൾ കൊടുത്തതിന് ശേഷം പിന്നീട് ഒരു നന്ദി വാക്ക് പോലും അവർ പറയുകയില്ല. അഥവാ നമ്മൾ ആ പണം തിരികെ ചോദിച്ചു കഴിഞ്ഞാൽ അവർ നമ്മളെ പറയുന്നത് ഒരുപക്ഷെ ഒരു നല്ല മനുഷ്യർക്കും കേൾക്കാൻ കഴിയാത്ത വാക്കുകളായിരിക്കാം. പിന്നെ ചിലരുണ്ട് നനഞ്ഞിടം കുഴിക്കുന്നവർ. അതായത് ഒരു മാതാപിതാക്കൾക്കായ ഒരു പക്ഷേ 2-3 മക്കളാകാം, 4 മക്കളാകാം, 5 മക്കളാകാം. അവരെല്ലാവരെയും ഒരു പക്ഷേ ആ മാതാപിതാക്കൾ ഒരേ രീതിയിലായിരിക്കാം പഠിപ്പിച്ചത്, ഒരുപോലെ പണം ചിലവാക്കിയിട്ടുണ്ടായിരിക്കാം. എന്നാൽ അതിൽ 1-2 മക്കൾ ഒരു വിധത്തിൽ നന്നായിട്ട് പഠിച്ച് അവർ ഒരു നല്ല നിലയിൽ എത്തിക്കാണാം. എന്നാൽ ഒരുപക്ഷെ മാതാപിതാക്കൾ പോലും അവരെ മാത്രം ഡിപ്പെൻഡ് ചെയ്ത് കഴിയുന്നുണ്ടായിരിക്കാം. അവർ മറ്റുള്ളവർ കാണുമ്പോൾ അവർ ലക്ഷപ്രഭുക്കളാണ്, കോടിപതികൾ എന്നൊക്കെ പേരുകൾ വിളിച്ച് അവർ നമ്മളെ കളിയാക്കിയേക്കാം. ഒരുപക്ഷെ നമ്മളായിരിക്കുന്ന അവസ്ഥയ്ക്ക് വേണ്ടി, അല്ലെങ്കിൽ നമ്മളായിരിക്കുന്ന ഒരു നിലയിൽ എത്താൻ വേണ്ടി ഒത്തിരി നിങ്ങളൊക്കെ കഷ്ടപ്പെട്ടുണ്ടായിരിക്കാം. അതിനു വേണ്ടി ഉറക്കമൊഴിച്ച രാത്രികൾ ഉണ്ടാകാം. പലപ്പോഴും പല സാക്രിഫൈസുകളും ചെയ്തായിരിക്കാം അവർ ആ നിലയിൽ എത്തിയത്. അത് കണ്ടിട്ട് അസൂയപ്പെട്ടിട്ട് കാര്യമുണ്ടോ? ഒരിക്കലുമില്ല. നിങ്ങൾക്ക് ചെന്നെത്താൻ കഴിയാത്ത ഒരു സ്ഥാനത്ത് അവർ എത്തിയെങ്കിൽ അതിൽ ദൈവത്തോട് നിങ്ങൾ നന്ദി പറയുകയാണ്. അവരുടെ കയ്യിൽ ഉള്ളത് കൊണ്ടാണ്, ഇവർ കടമായിട്ടാണെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാൻ പറ്റുന്നത് അല്ലേ? അതിനു പകരം അവരെ വീണ്ടും കുറ്റം പറഞ്ഞ് മറ്റുള്ളവർ എത്ര അവരെ താഴ്ത്തി കെട്ടാം. എന്നാൽ അതൊന്നും അവരറിയുന്നില്ല, നിങ്ങളെ സഹായിച്ചുകൊണ്ടേയിരിക്കും. എന്തുകൊണ്ടാണ് നിങ്ങളെക്കാൾ ഉയർന്ന സാമ്പത്തിക സ്ഥിതിയിലുള്ള ഒരാളുടെ കയ്യിൽ നിങ്ങൾ പണം വാങ്ങിച്ചിട്ട് അവരുടെ കുറ്റങ്ങൾ മുഴുവൻ നിങ്ങൾ നാടുനീളെ പറയുന്നത്? നിങ്ങളൊക്കെ ആ ഒരു അവസ്ഥയിൽ കൂടെ കടന്നു പോയിട്ടില്ലേ എൻ്റെ പ്രിയപ്പെട്ടവരെ? എന്തുകൊണ്ടാണെന്നറിയോ? അവർ ആവശ്യങ്ങൾ നടന്നു. ഇനിയും നമ്മൾ ആ പണം തിരികെ ചോദിക്കാതിരിക്കാൻ വേണ്ടിയും, അല്ലെങ്കിൽ നമ്മളെ മറ്റൊരു മുമ്പിൽ താഴ്ത്തി കിട്ടുന്നതിന് വേണ്ടിയും അവർ നമ്മളുടെ ഇല്ലാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞു നടക്കും. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും അങ്ങനെയുള്ളവരിൽ നിന്ന് ഒരു നന്ദിയും പ്രതീക്ഷിക്കരുത്. അത് ആരുമായിക്കോട്ടെ, സഹോദരങ്ങളായിക്കോട്ടെ, നിങ്ങളുടെ ബന്ധുമിത്രാദികളായിക്കോട്ടെ, ഇവൻ നിങ്ങളുടെ മാതാപിതാക്കളായ പോലും ഒരിക്കലും അത് നിന്റെ കടമയാണ് എന്ന് ഒരു പക്ഷെ അവർ പറയാം. പക്ഷെങ്കിൽ ഈ കടമ മറ്റു മക്കൾക്കും ഇല്ലേ? ഇതൊരു പക്ഷെ നിങ്ങൾക്ക് നെഗറ്റീവായിട്ടുള്ള ഒരു വീഡിയോ ആയിട്ട് തോന്നാം. എന്നാൽ ജീവിതത്തിന്റെ ചില യാഥാർത്ഥ്യങ്ങളാണ് ഞാൻ പറയുന്നത്. ഈ വീഡിയോ ചെയ്യാനുള്ള കാരണം തന്നെ ഈ സമാന അവസ്ഥയിൽ കൂടെ കടന്നുപോയ കുറച്ച് സഹോദരങ്ങൾ, അത് സഹോദരന്മാരും സഹോദരിമാരും ഉണ്ട്. അവരൊക്കെ എന്നോട് പറഞ്ഞു, ജിജി ഇതിനൊരു വീഡിയോ ചെയ്യൂ എന്ന് പറഞ്ഞതിന്റെ പേരിലാണ്. കാരണം അനുഭവമാണല്ലോ ഏറ്റവും വലിയ ഗുരുനാഥൻ. എൻ്റെ അനുഭവങ്ങൾ വിളിച്ചതിൽ കൂടെയാണ് ഞാനിത് പറയുന്നത്. അപ്പോൾ നിങ്ങൾ സഹായിച്ചിട്ടുണ്ടെങ്കിൽ അവരിൽ നിന്ന് ഒരു നന്ദി വാക്ക് പോലും നിങ്ങൾ പ്രതീക്ഷിക്കരുത്. പിന്നെ സഹായം ചെയ്യുമ്പോൾ അവർ നിങ്ങൾക്ക് കൂടുതൽ നിങ്ങൾ അവർ പ്രതീക്ഷിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ ഒരു ബൗണ്ടറി വെക്കുക. നിങ്ങൾക്ക് സഹായിക്കാം. ഒരു പക്ഷെ ഒരു ഹോസ്പിറ്റൽ എമർജൻസി നമ്മൾ ആരും പ്രതീക്ഷിക്കുന്നതല്ല, അത് ആക്സിഡന്റിൽ വരാവുന്ന കാര്യമാണ്. അപ്പോൾ നിങ്ങൾക്ക് സഹായിക്കാം. അല്ല, അവർക്കിനി ഒരു തരത്തിലും മുമ്പോട്ട് പോകാൻ കഴിയാത്തൊരു അവസ്ഥ, അവർക്ക് ആരോഗ്യമില്ലാത്തൊരവസ്ഥ,
അതാണല്ലോ നമുക്ക് ജോലി ചെയ്യുവാൻ പറ്റാത്ത അവസ്ഥ വരുന്നത്, നമുക്കൊരു ഇൻകം ഇല്ലാത്തൊരവസ്ഥ വരുന്നത്. അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നമുക്ക് അവരെ സഹായിക്കാം. എന്നാൽ നിന്റെ കയ്യിൽ പണമുണ്ടായി എന്ന് കരുതി ഏത് രീതിയിലും നിന്നെ പറ്റിക്കാമെന്ന് ശ്രമിക്കുന്ന നിങ്ങളെ ബന്ധുമിത്രാദികളോട്, നിങ്ങളെ സഹോദരങ്ങളോട് നിങ്ങൾ നോ പറയുവാൻ പരിശീലിക്കുക. ഇല്ല എങ്കിൽ നാളെ നിങ്ങൾ മനോവേദന കൊണ്ട് വീർപ്പ് മുട്ടി മരിച്ചേക്കാം. ആ അവസ്ഥയിൽ നിങ്ങളെ കാണാൻ ആരും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കുകയില്ല. പിന്നെ ആർക്ക് സഹായം ചെയ്യണം എന്നുള്ളത് നിങ്ങളുടെ മാത്രം തീരുമാനമാണ്. മറ്റുള്ളവർ എന്തു പറയും എന്ന് വിചാരിച്ച് നിങ്ങൾ ആരെയും സഹായിക്കരുത്. ഈ പറയുന്ന വാക്കുകൾക്കൊന്നും ഒരു വിലയുമില്ല. അനുഭവത്തിന്റെ വെളിച്ചത്തിലാണ് ഞാൻ പറയുന്നത്. പിന്നെ നിങ്ങൾക്ക് മറ്റുള്ളവരെ സഹായിക്കാനുള്ളത് നിങ്ങളുടെ സ്ട്രെങ്ത് ആണ്. അത് നിങ്ങൾ ഒരിക്കലും സ്റ്റോപ്പ് ചെയ്യരുത്. എന്നാൽ അർഹതപ്പെട്ടവരെ മാത്രം സഹായിക്കുവാൻ ശ്രമിക്കുക. നിങ്ങളുടെ മനസ്സമാധാനം നിലനിർത്തുവാനും നിങ്ങൾക്ക് മുമ്പോട്ട് പോകുവാനും. എനിക്ക് പരിചയമുള്ള ഒരു വ്യക്തിയുണ്ട്. ഒരു കുഞ്ഞിന്റെ ഫീസ് അടയ്ക്കുവാൻ വേണ്ടി മറ്റൊരാളിൽ നിന്നും പലിശയ്ക്ക് പണം വാങ്ങിച്ച് അവരെ സഹായിച്ചു. ഒടുവിൽ അവർ നൈസായിട്ട് ഞങ്ങളുടെ പൈസ ഇല്ല പിന്നെന്ത് ചെയ്യും എന്ന് പറയുമ്പോൾ ഈ പണം വാങ്ങിച്ച എന്റെ സുഹൃത്ത് വാങ്ങിച്ച ആളോട് തിരിച്ചു കൊടുത്തല്ലേ പറ്റൂ. അവർ കടന്നുപോയൊരവസ്ഥ, അവർ സൂയിസൈഡ് ചെയ്യേണ്ടതായ ഒരു അവസ്ഥ വരെ വന്നു അവരുടെ ജീവിതത്തിൽ. എന്നാൽ ദൈവം അവരുടെ നല്ല പ്രവർത്തികളെ കണ്ട് അവർക്ക് തക്ക പ്രതിഫലം നൽകിയത് കൊണ്ട് അവർ ആ അവസ്ഥയിൽ നിന്നും കരകയറി ഇന്ന് അവർ നല്ലൊരു നിലയിൽ ജീവിക്കുന്നു. നമ്മളെ പഠിപ്പിച്ച് ഇത്രത്തോളം ആക്കിയത് കൊണ്ട് പലപ്പോഴും നമുക്ക് മറ്റുള്ളവരെ സഹായിക്കണം, നമ്മുടെ മാതാപിതാക്കളെ സഹായിക്കണം, നമ്മുടെ സഹോദരങ്ങളെ സഹായിക്കണം, ബന്ധുമിത്രാളെ സഹായിക്കണം ഒക്കെ നിങ്ങൾക്ക് തോന്നിയേക്കാം. എന്നാൽ എത്രത്തോളം നിങ്ങൾക്ക് സഹായിക്കാൻ പറ്റും? ഫലമുള്ള മാവിനാണ് എപ്പോഴും കല്ലേറ് കിട്ടാറുള്ളത്. പക്ഷെങ്കില് അതിലെ ഫലങ്ങൾ തീർന്നു കഴിഞ്ഞാൽ ആ മാവിനെ ആരെങ്കിലും തിരിഞ്ഞു നോക്കാറുണ്ടോ? ഒരിക്കലുമില്ല. അതുകൊണ്ട് ചിന്തിക്കുക, ആരെ നിങ്ങൾ സഹായിക്കണം. പിന്നെ ഈ പണം വാങ്ങിച്ചവരോട് എനിക്കൊരു വാക്ക് പറയാനുണ്ട്. നിങ്ങൾ അവരെ തിരിച്ച് കൊടുത്തില്ലെങ്കിലും അവരെ പഴി പറയാതെ ഇരിക്കുക. കാരണം അവർ ഒത്തിരി സഹനങ്ങളിൽ കൂടെ കടന്നുപോയാണ്. അവർ ഇന്നൊരു പണക്കാരല്ല, അവരിൽ ഒരു ബാലൻസ് ഉണ്ട് എങ്കിൽ അവർ ഒത്തിരി സഹനങ്ങൾ കാര്യങ്ങൾ കടന്നു പോയാണ് അവർ നിലയിലെത്തിയത്. ആരും ഒരു ദിവസം കൊണ്ട് ഒരു നല്ല ഉയർന്ന നിലയിൽ എത്തുകയില്ല. അവരത് ഒത്തിരി സാക്രിഫൈസ് അവരുടെ ജീവിതത്തിൽ ചെയ്തിട്ടുണ്ട്. പക്ഷെ നിങ്ങൾക്ക് അതൊന്നും അറിയുകയില്ല. ഇന്ന് നിങ്ങൾ പറയാം അവർ ലക്ഷപ്രഭുവാണ്, അവരിൽ ഒത്തിരി പണമുണ്ട്, പിന്നെ തന്നാൽ എന്തേ? എന്നാൽ അവർ കടന്നുപോയ വഴികൾ നിങ്ങൾ ഒരിക്കലെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അത് നിങ്ങൾക്ക് ചിന്തിക്കേണ്ട കാര്യമില്ലല്ലോ, അല്ലേ? അപ്പോൾ എൻ്റെ പ്രിയ സഹോദരങ്ങളെ, നിങ്ങളൊന്ന് ഓർക്കുക, നിങ്ങൾ ആരോടെങ്കിലും പണം കടം വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അത് തിരികെ കൊടുക്കുക. നിങ്ങൾക്കത് അല്പമായി തോന്നും. 10,000 വാങ്ങിച്ചവരുണ്ടാകാം, ലക്ഷങ്ങൾ വാങ്ങിച്ചവരുണ്ടാകാം, 1000 വാങ്ങിച്ചവരുണ്ടാകാം. ഓരോ മണിക്കും ഞാൻ ഇതിനു മുമ്പുള്ള വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട്, ഒരിക്കലും ആർക്കും മണി എവിടെ നിന്നും വെറുതെ കിട്ടുകയില്ല. കള്ളപ്പണം എന്നൊക്കെ പറഞ്ഞ് ഉണ്ടാക്കുന്നവരുണ്ടാകാം, എനിക്ക് അതിനെപ്പറ്റി അറിവില്ല, ആധികാരികമായിട്ടൊന്നും പറയുവാൻ അറിയില്ല. അതുകൊണ്ട് ഞാൻ ആ ഒരു സബ്ജക്റ്റിലേക്ക് കടക്കുന്നില്ല. അല്ലാതെ അധ്വാനിക്കുന്നവർക്ക് മാത്രമേ യഥാർത്ഥത്തിൽ പണം ഉണ്ടാക്കാൻ കഴിയുകയുള്ളൂ. അതിനുവേണ്ടി അവർ ശ്രമം നടത്തിയിട്ടുണ്ട്. അവർ ആഗ്രഹിച്ച് നേടിയെടുത്ത പല കാര്യങ്ങളും നിങ്ങൾക്ക് വേണ്ടി അവർ സാക്രിഫൈസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അവരെ കുറ്റപ്പെടുത്താതിരിക്കുക. വാങ്ങിച്ച പണം നിങ്ങൾ പല തവണകളായാണെങ്കിൽ തന്നെയും തിരികെ കൊടുക്കാൻ ശ്രമിക്കുക. പിന്നെ അവർക്ക് വേണ്ടി ഉപകാരം ഒന്നും ചെയ്തില്ലെങ്കിലും മറ്റുള്ളവർ മുമ്പിൽ അവരെ ദുഷിക്കാതിരിക്കുക. അവർ തന്ന പണമല്ലേ അവർ തിരിച്ചു ചോദിക്കുന്നത്? അവർ നിങ്ങളെ സഹായിച്ചതല്ലേ? നിങ്ങൾക്ക് പലപ്പോഴും അത് പിച്ചക്കാശായി തോന്നാറുണ്ടല്ലേ? പക്ഷെ തന്നവർക്ക് അത് ഒരിക്കലും പിച്ചക്കാശല്ല എന്ന് മനസ്സിലാക്കുക. അവർ അധ്വാനത്തിന്റെ ഫലമാണ്, അവരുടെ ഉറക്കമിളപ്പിന്റെ ഫലമാണ് നിങ്ങൾക്ക് തന്നത്. നിങ്ങളെ നിസ്സഹായ അവസ്ഥയിൽ അവർ നിങ്ങളെ സഹായിച്ചിട്ടുണ്ട് എങ്കിൽ ഒരു നന്ദി വാക്ക് അവരോട് പറഞ്ഞ ദൈവത്തോട് പറയുക. അവരുടെ ദീർഘായുസിന് വേണ്ടി പ്രാർത്ഥിക്കുക. അവരുടെ ആരോഗ്യത്തിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക. അതാണ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല പുണ്യം. കാരണം അവർ ഉള്ളത് കൊണ്ടല്ലേ നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യങ്ങളൊക്കെ തക്ക സമയത്ത് ചെയ്യുവാൻ കഴിഞ്ഞത്, നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ഫീസ് അടയ്ക്കുവാൻ കഴിഞ്ഞത്.
നിങ്ങളെ ബാങ്കിലെ ലോൺ അടയ്ക്കാൻ കഴിഞ്ഞത് പലപ്പോഴും നിങ്ങളുടെ പല കാര്യങ്ങൾ നിങ്ങൾ നേടിയെടുത്തത് അവരുടെ പണം കൊണ്ടാണ്. അതുകൊണ്ട് മറക്കാതിരിക്കുക. എൻ്റെ ഒരു അനുഭവ കഥ ഞാൻ പറയാം. എൻ്റെ നേഴ്സിംഗ് പഠന സമയത്ത് ഞാൻ പഠിക്കാൻ പോവുകയാണ്. ആ സമയത്ത് സാമ്പത്തികമായിട്ട് ഞങ്ങൾ വലിയ നിലയിലൊന്നും അല്ല. അപ്പോൾ എന്നെ സഹായിച്ച ഒരു വ്യക്തിത്വമുണ്ട്. അദ്ദേഹം ഇന്ന് നിത്യതയിൽ വിശ്രമിക്കുകയാണ്. സ്നേഹപുരം ബാബുച്ചാൻ എന്നറിയപ്പെടുന്ന വ്യക്തി. ആദ്യമായിട്ട് ഞാൻ നേഴ്സിംഗിൽ പോകുന്നതിന് പ്രാർത്ഥിക്കാനാണ് അദ്ദേഹത്തിന് അടുക്കൽ ചെന്നതാണ്. ഇങ്ങനെ പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് പോക്കറ്റിലുണ്ടായിരുന്ന പൈസ എടുത്ത് എനിക്ക്, അതാണ് എൻ്റെ നേഴ്സിംഗ് പഠനത്തിന് എനിക്ക് ലഭിച്ച ആദ്യത്തെ പണം. ഇന്നും നന്ദിയോടെ ഞാൻ വർഷങ്ങൾ കഴിഞ്ഞു, 10-20 വർഷങ്ങൾ കഴിഞ്ഞു, ഇന്നും അദ്ദേഹത്തെ ഞാൻ നന്ദിയോടെ ഓർക്കുന്നുണ്ട്. കാരണം എന്നെ സഹായിച്ച വ്യക്തികളൊന്നും ഞാൻ ഒരിക്കലും എന്നും എനിക്ക് അവരോട് നന്ദി മാത്രമേ ഉള്ളൂ. നമ്മുടെ ബൈബിൾ ഒരു വചനമുണ്ട്, എൻ മനമേ നീ യഹോവയെ വാഴ്ത്തുക, എൻ്റെ സർവാന്തരംഗമേ അവൻ്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവൻ്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത്. എത്ര വ്യക്തമായിട്ടാണ് അതിൽ പറഞ്ഞിരിക്കുന്നത്. നമുക്കൊരു ഉപകാരം ചെയ്തിരിക്കുന്നവരെ നമ്മൾ ഒരിക്കലും മറക്കരുത്. നിങ്ങൾക്ക് അവരോട് നന്ദി വാക്കൊന്നും പറയുവാൻ കഴിയുന്നില്ലെങ്കിലും അവരെ ദുഷിക്കാതിരിക്കുക. ഒരു വാക്ക് കൊണ്ടോ ഒരു പ്രവൃത്തി കൊണ്ടോ ഒരു ഗ്ലാസ് വെള്ളമെങ്കിലും നിങ്ങൾക്ക് തന്നിട്ടുണ്ടെങ്കിൽ അവരോട് നിങ്ങൾക്കൊരു നന്ദി ഹൃദയത്തിൽ നിന്നുണ്ടായിരിക്കണം. ഒരുപക്ഷെ അവിടെ ആയിരിക്കുന്ന അവസ്ഥയിൽ നിങ്ങളോട് അവർ പണം തിരികെ ചോദിച്ചിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളെ സഹായിച്ചു എന്ന് പറഞ്ഞിരിക്കാം. എന്നാൽ അത് ക്ഷമിക്കുവാൻ പോലും നിങ്ങൾ തയ്യാറല്ല എങ്കിൽ എങ്ങനെയാകും മുമ്പോട്ടുള്ള നിങ്ങളുടെ ജീവിതം? ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നതാണ് നമ്മുടെ വിജയ രഹസ്യം. നന്ദിയില്ലാത്ത ഒരാൾക്ക് ഒരിക്കലും സക്സസിലെത്താൻ കഴിയുകയില്ല. എൻ്റെ പഴയ വീഡിയോസ്, ഗ്രാറ്റിറ്റ്യൂഡിൻ്റെ ഒരു വീഡിയോസ് ഉണ്ട്, പ്രവാസികൾക്കായിട്ടുള്ളൊരു വീഡിയോസ് ഉണ്ട്, അതുകൂടി നിങ്ങളൊന്ന് കാണുക. അതിലൊക്കെ ഞാൻ പറഞ്ഞിരിക്കുന്നത് എപ്പോഴും നമ്മൾ നന്ദിയുള്ളവരായിരിക്കുക. മറ്റുള്ളവർ നിങ്ങൾക്ക് തന്നിരിക്കുക ചെറുത് വലുതായി എന്ത് സഹായമായിട്ടെ അത് അവരുടെ അധ്വാനത്തിന്റെ ഫലമാണ്. അത് നിങ്ങൾ ഓർക്കുക. അപ്പോൾ സഹായം ചെയ്യുവാൻ ആഗ്രഹിക്കുന്നവർ അർഹതപ്പെട്ടവർക്ക് സഹായിക്കുക. സഹായം തുടർന്നുകൊണ്ടേ ഇരിക്കുക. അത് നിങ്ങളുടെ സ്ട്രെങ്ത് ആണ്. എന്നാൽ അത് അർഹതപ്പെട്ടവർക്ക് മാത്രം നിങ്ങൾ ചെയ്യുക. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. യൂസ്ഫുള്ളായ വേറൊരു വീഡിയോയുമായി വരുന്നവരെയും നിങ്ങൾ എവിടെയായിരിക്കുന്നവിടേക്കും സന്തോഷത്തോടെ സമാധാനത്തോടെ ആയിരിക്കുക. ഏത് പ്രതികൂലങ്ങൾ വന്നാലും പതറിപ്പോകാതിരിക്കുക. പഴികളും ദുഷികളും ഒക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് കേൾക്കേണ്ടി വന്നേക്കാം. സാരമില്ല, ഇതൊക്കെ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാണ്. നമ്മൾ ചെയ്യുന്ന നല്ല കാര്യങ്ങൾ നമ്മൾ ചെയ്തുകൊണ്ടേയിരിക്കുക. സർവശക്തനായ ദൈവമാണ് നമ്മുടെ പ്രവൃത്തിക്ക് ഫലം തരുന്നത്. So take care. God bless you. Bye.